കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മകൻ അനിൽ ആന്റണി NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ UDFനായി പ്രചാരണത്തിനിറങ്ങുമെന്ന സൂചന നൽകി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ആരോഗ്യം അനുവദിച്ചാൽ പത്തനംതിട്ടയിൽ UDFനായി പ്രചാരണത്തിനിറങ്ങും. കോൺഗ്രസിന് ഇത് ജീവൻമരണ തിരഞ്ഞെടുപ്പാണ്. ഭരണഘടനയെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ BJP സർക്കാരിനെ താഴെ ഇറക്കണമെന്നും AK ആന്റണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് ഡു ഓർ ഡൈ ഇലക്ഷനാണ്. ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണോ എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണിത്. ഭരണഘടന വാഗ്ദാനം നൽകുന്ന മൗലിക അവകാശങ്ങളെയെല്ലാം കാറ്റിൽ പറത്താൻ ശ്രമിക്കുന്ന BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എൻ്റെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ തയ്യാറാകുമെന്നാണ് AK ആന്റണി പറഞ്ഞത്. പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കുമെന്ന് AK ആന്റണി മറുപടി നൽകി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ KPCC ഓഫീസ് കേന്ദ്രീകരിച്ചാണ് തന്റെ പ്രചാരണം നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ അനിൽ ആന്റണി പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസമാണ് അനിൽ കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയത്. KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറും AICC സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായിരുന്നു അനിൽ ആന്റണി. BJPയിലെത്തിയതിനു പിന്നാലെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനവും അനിലിന് ലഭിച്ചിരുന്നു. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ടയിൽ സിറ്റിംഗ് MP ആന്റോ ആന്റണിയാണ് UDF സ്ഥാനാർത്ഥി. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് LDFനായി മത്സരിക്കുന്നത്.